ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു ട്രാവൽ വീഡിയോയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഗവിയിലേക്കാണ്. ഇത് ആങ്ങമ്പുഴിയാണ്. ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് ഒരു 51 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. ഇവിടെ എത്തി പാസ്സൊക്കെ നേരത്തെ എടുത്തിരുന്നത് കാണിച്ച് നമ്മൾ വാഹനം രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അതിന് കുറച്ച് പേര് മുകളിലേക്ക് പോയിരിക്കുന്നു. കാടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഭക്ഷണമൊന്നും കിട്ടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം വെള്ളവും സ്നാക്സും ഒക്കെ കരുതിയിരുന്നു. ഇവിടെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടവരാണോ അതോ അയൽക്കൂട്ടമാണോ എന്നറിയില്ല. ഇവിടെ ഭക്ഷണപ്പൊതിയൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അത് കിട്ടും. അത് കുറേ ചേച്ചിമാരവിടെ വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഭക്ഷണപ്പൊതിയും സ്നാക്സും ഒക്കെ ഞങ്ങളും വാങ്ങി. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വന്ന റൂട്ടിൽ തിരികെ പോയിട്ടാണ് ആദ്യത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തുന്നത്. ഇവിടേക്ക് 4 കിലോമീറ്ററോളം ദൂരമുണ്ട് ആങ്ങമ്പുഴിയിൽ നിന്ന്. കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അങ്ങനെ ഇവിടെ എത്തി. അവിടെ നമ്മൾ എടുത്തിട്ടുള്ള ആ പാസ്സൊക്കെ വീണ്ടും എൻ്റർ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇവിടെ എത്തി തുടങ്ങി വാനരന്മാരെ കാണുന്നുണ്ട്. ഞാൻ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ പോസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന റൂട്ടിൻ്റെ മാപ്പും അതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നും എല്ലാം രേഖപ്പെടുത്തിയ വലിയ ബോർഡുകളൊക്കെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ 8:30 മുതലാണ് ഇവിടെ വണ്ടി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 9:30 അകത്തേക്ക് പോകുമ്പോൾ. ഒരു ദിവസം ഏകദേശം 40 വാഹനങ്ങളൊക്കെയാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. www.gavi.com അല്ലെങ്കിൽ www.kfdceecotourism.com കയറി നമുക്ക് യാത്ര ബുക്ക് ചെയ്യാവുന്നതാണ്. 100 രൂപയാണ് എൻട്രി ഫീസ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശുദ്ധമായ വായു ലഭിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ കേരള വനവികസന കോർപ്പറേഷൻ്റെ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണ് ഗവി എന്ന് പറയുന്നത്. റാന്നി റിസർവ് വനത്തിനുള്ളിലാണ് ഗവി. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ ഒരു ഇക്കോ ടൂറിസം വനമേഖലയിൽ ഉൾപ്പെടുന്നതും കൂടിയാണ് ഗവി. പക്ഷി നിരീക്ഷണത്തിനും ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനും എല്ലാം പറ്റിയ പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലെ മനോഹരമായ കാഴ്ചകളിലേക്കുള്ള യാത്രയാണ്. നിബിഡ വനമാണ്. ഈ ഭാഗത്ത് ഇടതുവശത്തൊക്കെ എന്തൊക്കെയോ ടാങ്കുകൾ പോലെയൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ ഫാമിലി 2 വണ്ടികളിലായിട്ടാണ് പോകുന്നത്. സ്പീഡൊക്കെ വളരെ കുറച്ച് മാത്രമേ പോകാൻ കഴിയൂ. 30 കിലോമീറ്ററിലൊക്കെയാണ് പോകുന്നത്. വളരെ വീതി കുറഞ്ഞ വഴികളും വലിയ വളവുകളും ഒക്കെയാണ്. സാധാരണയായിട്ട് മൃഗങ്ങളൊക്കെ അതിരാവിലെയൊക്കെയാണ് വഴിയിൽ കാണുന്നത്. എങ്കിലും പെട്ടെന്ന് വളവിലൊക്കെ ചെന്ന് മുന്നിൽ പെട്ടാലും നമുക്ക് ബുദ്ധിമുട്ടാവും. കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് മൂഴിയാർ അണക്കെട്ട്. ഞാൻ എൻ്റെ സർവീസ് കാലത്തൊക്കെ സ്കൂളിൽ നിന്നും ടൂറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മൂഴിയാർ പവർ ഹൗസിലൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ 4ാമത്തെ ഗവി യാത്രയാണിത്. പത്തനംതിട്ടയിൽ നിന്ന് ഇവിടേക്ക് KSRTC ട്രിപ്പ് നടത്തുന്നുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ ജില്ലകളിലും KSRTC ഡിപ്പോയിൽ നിന്ന് ഇവിടേക്ക് യാത്ര കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നു. സ്ഥിരമായി പോകുന്ന ബസ്സുകാർക്കൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെയാണ് വണ്ടി നിർത്തേണ്ടതെന്നും എവിടെയൊക്കെയാണ് നമുക്ക് ഇറങ്ങി മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതെന്നും ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. കൂടുതൽ പേരോടൊപ്പം ആകുമ്പോൾ യാത്രയും ഒത്തിരി രസമായിരിക്കും. പക്ഷേ നല്ല ബസ്സുകളല്ലെങ്കിൽ വഴിയിൽ കിടക്കേണ്ടിയും വരും. ഈയിടെ അങ്ങനെയൊരു ന്യൂസും കണ്ടിരുന്നു. ഞങ്ങളങ്ങനെ മൂഴിയാറിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. 14 കിലോമീറ്റർ പിന്നിടാൻ 1 മണിക്കൂർ വേണ്ടി വന്നു. ഒരിടത്തും ഒന്നും നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമില്ല. കൊടുംവനം തന്നെയാണ്. ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കൺട്രോൾഡ് ഡാമായിട്ട് പ്രവർത്തിക്കുന്നതാണിത്. കക്കി അതുപോലെ ആനത്തോട് ഡാമുകളിൽ നിന്നൊക്കെയുള്ള അണക്കെട്ടുകളിലെ വെള്ളം ഈ മൂഴിയാർ അണക്കെട്ടിലേക്കാണ് എത്തുന്നത്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ടും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വലിയ ധാരാളത്വം കൊണ്ടും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. മൂഴിയാർ ഡാം കഴിഞ്ഞാൽ ഇനി കക്കി ഡാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുപോവാം. മുന്നിൽ ജീപ്പ് സവാരിക്കാരും പോകുന്നുണ്ടായിരുന്നു. ആങ്ങമ്പുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ വനത്തിലൂടെ തന്നെയാണ് പോകുന്നത്. KSVBയുടെ ക്യാൻറ്റീൻ ഇവിടെയുണ്ട്. കുറേ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളും അവിടെ വണ്ടിയൊക്കെ നിർത്തി. ഇവിടെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ക്യാൻറ്റീനിൽ നമുക്ക് ആവശ്യമെങ്കിൽ ചായ സ്നാക്സൊക്കെ കഴിക്കാം. ഞങ്ങളുടെ കൈവശം സ്നാക്സും അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുടിച്ചു. കുരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഭയങ്കര ബിരുദന്മാരാണ്. നമ്മുടെ വണ്ടിയുടെ മുകളിലൊക്കെ ചാടിക്കയറി അകത്ത് വരെയും ചാടിക്കയറും. വണ്ടിയുടെ മുകളിലൊക്കെ വന്ന് ചാടിക്കയറിയ
വിരുദ്ധന്മാർക്ക് കുറച്ച് പഴങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ടാവാം അവരുടെയൊക്കെ ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ മുന്നിൽ ഇഷ്ടംപോലെ ചെടികൾ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നു. ഒരു പേടിയുമില്ലാത്ത വാനരസേന അങ്ങനെ മരത്തിൻ്റെ ചിലകളിലൊക്കെ തൂങ്ങിയാടുന്നതൊക്കെ കാണാം, നല്ല രസമാണ്. ഇനി ഇവിടെ നിന്ന് 41 കിലോമീറ്റർ ദൂരമുണ്ട് ഗവിക്ക്. 14 കിലോമീറ്റർ പിന്നിടാൻ 1 മണിക്കൂർ എടുത്ത സ്ഥിതിക്ക് ഇനി ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ ഗവിയിലെത്തത്തുള്ളൂ. കാട്ടിലൂടെയുള്ള യാത്രയായതുകൊണ്ട് ഒറ്റ ഒരിടത്ത് പോലും ഫോൺ റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. മുന്നിലുള്ള വണ്ടിയിലുള്ളവരെ പോലും നമുക്ക് ഒന്ന് വിളിക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. കക്കി, ആനത്തോടൊക്കെ ഡാമുകളിൽ നിന്നുള്ള അണക്കെട്ടുകളിലെ വെള്ളം മൂഴിയാറ് അണക്കെട്ടിലേക്ക് എത്തിക്കുന്നത് ഈ രീതിയിലാണ്. ഇവിടെ വണ്ടി നിന്ന് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണോന്നൊന്നും അറിഞ്ഞല്ല. എന്തായാലും ഇവിടെ നിർത്തി. പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അടുത്ത് ഞങ്ങൾ ഇറങ്ങി നിന്നു. ആനകളൊക്കെ ധാരാളം ഉണ്ടെന്ന് അവിടുത്തെ കാടും പുല്ലും മരങ്ങളും വഴിയും ഒക്കെ കണ്ടാൽ അറിയാമായിരുന്നു. ഒരു കൗതുകം കൊണ്ട് അവിടെ ഇറങ്ങിയതാണ്. 5 മിനിറ്റ് നിന്നു, വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു, തിരിച്ച് വണ്ടിയിൽ കയറുകയായിരുന്നു. വഴിയിലൊന്നും ഒരൊറ്റ വാഹനങ്ങൾ പോലും കാണുന്നില്ല. ആകെ ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ വന്നത് ഒരു KCBയുടെ ഒരൊറ്റ വാഹനം മാത്രമാണ്. ഗവിയിലെത്തി കുമളിക്ക് പോകുന്ന ബസ്, KSRTC ബസ് പോകുന്നതെന്ന് പറഞ്ഞത് തിരിച്ച് റൂട്ടിലാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും മറ്റൊരു വണ്ടികളും ഇതുവഴി തിരിച്ച് കടത്തിവിടുകയില്ല. തിരികെ പോകുന്നതെല്ലാം വള്ളക്കടവ് വഴിയാണ്. ദൂരെയുള്ള കാടും മലകളും എല്ലാം മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണതും. വഴിയൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. വഴിയൊക്കെ എത്ര മോശമാണെന്ന് പറഞ്ഞാലും ഈ റൂട്ടിലുള്ള യാത്ര നല്ല ആനന്ദിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാടിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ ഈ വഴിയിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടും. കണ്ണ് നിറയെ, മനസ്സ് നിറയെ കാട് കണ്ടൊരു യാത്രയാണ്. ഇവിടെ ഈ കാടും കാട്ടരുവികളും മൃഗങ്ങളും പക്ഷികളും ഒന്നും അല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ കാടിൻ്റെ വന്യത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. ഈ കാഴ്ചകളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി കണ്ടുപോകേണ്ടതാണ്. അതാണ് രസം. പക്ഷേ ആനത്താരകളിലൊക്കെ വണ്ടി നിർത്തി ബുദ്ധിമുട്ടുണ്ടാവരുമെന്ന് മാത്രം. പലയിടത്തും ഫ്രഷ് ആനപ്പിണ്ടമൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ആനത്താരകളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇറങ്ങി അവ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചെന്ന് നിന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് മാത്രം. ഈ കാണുന്ന ഒരു വശം വളരെ ഉയർന്നു കിടക്കുന്നതുകൊണ്ട് ആനയൊന്നും പെട്ടെന്ന് ഇറങ്ങി വരില്ലെന്ന് വിചാരിക്കാം. ഒരു വശം അടുത്ത ഡാമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അത് അടുത്തൊരു വ്യൂ പോയിൻറ്റും ഒക്കെ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെ മരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മലയെണ്ണാനും കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. വന്യമൃഗങ്ങളെല്ലാം ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടാവാം. വഴിയിലൊക്കെ ആനപ്പിണ്ടം കണ്ടതേ ഉള്ളൂ, ഇതുവരെ ആനയൊന്നും കണ്ടില്ല നേരിട്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഞങ്ങളുടെ മുന്നേ വന്ന ജീപ്പ് സവാരിക്കാരും അതുപോലെ മുൻപേ ഉണ്ടായിരുന്ന വണ്ടികളുമൊക്കെയാണ്. ഇവിടെ നിന്ന് നമുക്ക് അണക്കെട്ടിലെ വെള്ളമൊക്കെ കാണാം. അതുപോലെ ഇടയ്ക്കുള്ള പച്ച തുരുത്തുകളൊക്കെ കാണാം. അങ്ങ് ദൂരെ കാണുന്ന മനോഹരമായ വനവും മലമ്പ്രദേശങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം. ഇതിനു മുൻപുള്ള യാത്രയിലും ഈ ഒരു വ്യൂ പോയിൻറ്റിൽ വന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത ഓർമ്മയുണ്ട്. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു ഡാമായിട്ട് തോന്നിയിട്ടുള്ളത് കക്കി ഡാമാണ്. എനിക്ക് തോന്നുന്നു കക്കി ഡാമിൻ്റെ ഭാഗം തന്നെയാണിതും. ഇവിടെ കുറേ ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ പിടിച്ചു. അതിൻ്റെ മുകൾ വശം എന്ന് പറയുന്നത് പുൽമേടുകളാണ്. ആ പുൽമേട്ടിലൊക്കെ ഇഷ്ടംപോലെ ആനയും അതുപോലെ കാട്ടുപോത്തും മാനുകളും ഒക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ വന്ന ഈ സമയത്ത് എന്തായാലും അവിടെയും ഒരു മൃഗത്തെയും ആ മൊട്ടക്കുന്നുകളിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. നേരത്തെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ഈ ഡാമിൻ്റെ ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ ഡാമിൻ്റെ ഭാഗത്തൊന്നും വണ്ടി നിർത്താൻ സമ്മതിച്ചില്ല. സേഫ്റ്റി പ്രോബ്ലം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് ഇലക്ഷൻ ടൈം ആയിരുന്നതുകൊണ്ടായിരിക്കാം. അതിന് മുൻപുള്ള ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഞങ്ങൾ ആ വഴി കടന്നു പോയത്. ഈ സമയത്ത് വന്നതുകൊണ്ട് ഡാമിൽ നന്നായിട്ട് വെള്ളം കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം തീരെ കുറഞ്ഞ സമയത്ത് വന്നാൽ ഇതിലെ ദ്വീപുകളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഒരു തവണ വെള്ളം കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ വന്നത്. റോഡിൻ്റെ വശത്ത് നിന്ന് നന്നായിട്ട് കാണാമായിരുന്നു. ഭംഗിയായിട്ട് കാണുന്ന ഈ പച്ചത്തുരുത്തൊക്കെ കാണാൻ നല്ല രസമാണ്. ഇനി നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് എക്കോ പോയിൻ്റാണ്. ഇനിയും വരുന്നത് അതാണ്. ഇവിടെ എന്തൊക്കെയോ ഗവൺമെൻറ് ഓഫീസുകളും ക്വാർട്ടേഴ്സും ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് എക്കോ പോയിൻ്റ്.
ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ അതിൻ്റെ എക്കോ ഉണ്ടാവും. എല്ലാ ഡോറും തുറന്ന് എന്നാ ബോണറ്റും കൂടെ തുറക്കുക. ഇവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. വിശപ്പൊക്കെ തുടങ്ങിയവർ കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ അല്പം കഴിച്ചു. അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. ശബരിഗിരി പദ്ധതിയുടേത് തന്നെ മറ്റൊരു ഡാമാണ് ഈ കാണുന്നത്, ആനത്തോട് ഡാം. ഇവിടെയൊന്നും ഞങ്ങൾ നിർത്തിയില്ല, അങ്ങനെ വണ്ടി വിട്ട് പോവുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ ഈ ഡാമിൻ്റെയൊക്കെ മുഴുവൻ ഷട്ടറുകളും തുറന്നു വിട്ടിരുന്നു. ഈ ഡാമിലെയൊക്കെ വെള്ളം എത്തിച്ചേരുന്നത് പമ്പ ത്രിവേണിയിലേക്കാണ്. ആങ്ങാമൂഴി ഗവി റൂട്ടിൽ ബൈക്കുകൾ യാത്രയ്ക്ക് അനുവദിക്കാറില്ല. അതുപോലെ ഒറ്റയ്ക്ക് പോകുന്നതും ശരിയല്ല. ഓരോ വളവും ഒത്തിരി ശ്രദ്ധിച്ചൊക്കെ വേണം പോകാൻ. 4 വീലറുകൾ തന്നെയാണ് ഇതുവഴി യാത്രയ്ക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന വഴികളിൽ താഴോട്ടൊക്കെ വേറെ വഴികളൊക്കെ കാണുന്നുണ്ട്. ആ വഴികളിലൊന്നും പോകാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് ഈ സ്ട്രെയിറ്റ് റോഡ് മാത്രമേ പോകാൻ പറ്റൂ. ഇടയ്ക്ക് കാണുന്ന വഴികളിലൂടെ ഒന്നും കയറി യാത്ര ചെയ്യരുത്. അതൊക്കെ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ധാരാളം വന്യമൃഗങ്ങളുള്ള കാട് തന്നെയാണ്. ഡാമിൻ്റെയൊക്കെ ഈ ഭാഗത്ത് വന്നപ്പോഴേക്കും കുറേ കുട്ടികളെയൊക്കെ കാണാൻ കഴിഞ്ഞു. ഇവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. ആങ്ങമൂഴിയിൽ നിന്ന് വനത്തിലേക്ക് കയറിയതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 ഡാമുകൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഡാമുകളുണ്ട്. കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഗവിക്ക് വരുന്ന വഴിയിൽ ഇറങ്ങി നിൽക്കാൻ അവരനുവദിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ വണ്ടി നിർത്താവൂ. ഇടയ്ക്ക് കാണുന്ന വഴികളിലൊന്നും കയറി സാഹസത്തിനൊന്നും മുതിരരുത്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ വൈദ്യുതി എന്നത് കാണുന്നത്. ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കാണാൻ തുടങ്ങി. മൃഗങ്ങളെ ഒന്നും അധികം വഴിയിൽ കാണാഞ്ഞതുകൊണ്ട് നല്ല ധൈര്യമായി. എന്തായാലും മൃഗങ്ങളെയോ കണ്ടില്ല. എന്നാൽ പിന്നെ കാട് നന്നായിട്ട് ആസ്വദിക്കാമെന്ന് കരുതി കാറിൻ്റെ റൂഫൊക്കെ മാറ്റി ഞാൻ മുകളിൽ കയറി നിന്ന് കുറേ ദൂരം അങ്ങനെ യാത്ര ചെയ്തു. അത് വളരെ നല്ലൊരു ഫീൽ തന്നെയാണ്. ആനകളൊക്കെ യഥേഷ്ടം വിഹരിക്കുന്ന സ്ഥലങ്ങളാണെന്ന് നമുക്ക് വഴി കാണുമ്പോൾ അറിയാം. പല ഗവി വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള മൊട്ടക്കുന്നുകളിലൊക്കെ മാനും പ്ലാവും കാട്ടുപോത്തും ഒക്കെ കൂട്ടം കൂടി നടക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്കവയെ കാണാൻ കിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ ഇവയെ ധാരാളമായിട്ട് നമുക്ക് വഴിയിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു. ഇതുവരെ വന്ന വഴിയിൽ കുരങ്ങന്മാരെയും മയിലിനെയും ഒക്കെ കണ്ടതേ ഉള്ളൂ. വന്യമൃഗങ്ങളെ നമ്മൾ കണ്ടില്ലെങ്കിലും അവരൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് ഈ കാട്ടിൽ എന്താണ് കാര്യമൊന്നും ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പുൽമേടുകളും ഒട്ടക്കുന്നുകളും ഇടതൂർന്ന വനങ്ങളും എല്ലാം കടന്ന് ഗവി സ്റ്റേഷൻ അതിർത്തിയിലേക്കാണ് എത്തുന്നത്. ഇവിടെയും നമ്മൾ വാഹനം കടന്നു പോകുന്നത് എൻട്രി ചെയ്യണമായിരുന്നു. ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട്, ചെറിയ ചില കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വലിയ ആൾത്താമസമൊന്നുമുള്ള സ്ഥലമല്ല. ഏലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ മാത്രമാണ് ഈ ചെറിയ കുടിലുകളിലൊക്കെ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്നത്. കൂടുതലും ശ്രീലങ്കൻസാണ്. ഇടതുവശത്തായിട്ടൊരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. അത് ലെഫ്റ്റ് കയറി പോയി കഴിഞ്ഞാൽ കുമളിക്കുള്ള വഴിയാണത്. ഈ കാണുന്നത് പമ്പാ ഡാമാണ്. നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല. ഞങ്ങൾ മുകളിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. ഗവിയിലേക്ക് എടുക്കുമ്പോൾ കുറേ സ്ഥലത്തെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് കണ്ടു. ആൾത്താമസമുള്ള സ്ഥലമാണ്. അപ്പോൾ വന്യമൃഗങ്ങളൊന്നും ഇറങ്ങാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അങ്ങനെ വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. വലതുവശത്ത് നമുക്ക് ഗവിയാർ ഡാമിലെ വെള്ളം കാണാം. ഈ കാട്ടിലൂടെ ഇത്രയും സഞ്ചരിച്ചിട്ടും ഈ അടുത്ത സമയത്ത് വന്നപ്പോഴാണ് ഈ കുന്നിൻ്റെ മുകളിൽ ഇടതുവശത്തായിട്ട് മ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതുമല്ല, ചാടിപ്പോയി. അത് വീഡിയോയിൽ കിട്ടിയില്ല. ഇപ്പോൾ വഴിമുടക്കി ഒരു മയിൽ വഴിയിലുണ്ട്. ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ കാറ് നിർത്തിയാൽ അത് ഓടിപ്പോവും. അതുകൊണ്ട് കാറിൽ ഇരുന്ന് തന്നെ വീഡിയോ എടുത്തതേ ഉള്ളൂ. രാവിലെ 9:30 ആങ്ങമൂഴിയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ഇപ്പോൾ ഗവിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. സമയം ഏതാണ്ട് 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. ചില ചെറിയ കോളനികളൊക്കെ ഉള്ളൂ. ശ്രീലങ്കൻസാണ് അവരിലേറെയും. അവരുടെയൊക്കെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് LP സ്കൂള് ഉണ്ട്, GLPS ഗവി. അവിടെ മുൻപ് വന്നിട്ടുണ്ട് ഞാനും. ഞങ്ങളുടെ അമ്മായി ഈ സ്കൂളിൽ HM പ്രൊമോഷൻ വാങ്ങി ആദ്യമായിട്ട് വന്നത് ഇവിടെയായിരുന്നു. അന്ന് ഞാനും സ്കൂളിൽ നിന്ന് കൂടെ വന്നിരുന്നു. 2002 മറ്റോ ആണത്. വരുന്ന വഴിയിലൊരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഗവിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
കുറേ സന്ദർശകരൊക്കെ ഉണ്ട് ഇവിടെ. ഗവി ഡാമിനോട് ചേർന്നുള്ള സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. പക്ഷേ മുൻകൂട്ടിയുള്ള ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഒരാൾക്ക് 4500 രൂപ കൊടുത്താൽ മതി. ഗവി ഡാമിനോട് ചേർന്നുള്ള സ്ഥലത്ത് സ്റ്റേയും, ഒരു ദിവസത്തെ സ്റ്റേയും, അതുപോലെ ഡാമിലൂടെയുള്ള ബോട്ടിങ്, അതുപോലെ കാട്ടിലൂടെയുള്ള ട്രെക്കിങ്, പിന്നെ ഫുഡ് ഒക്കെ ചേർന്നാണ് 4500 രൂപ എന്ന് പറയുന്നത്. കാട്ടിൽ വന്നിട്ട് മൃഗങ്ങളെ കണ്ടില്ലെന്നുള്ളൊരു വിഷമമേ ഗവി കണ്ടപ്പോൾ മാറി. ഗവിയുടെ ഈ ആംബിയൻസ് ആരും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് മനോഹരമായൊരു അന്തരീക്ഷമാണ്. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഗാർഡനും ഒക്കെ ഇവിടെ കാണാം. ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണ്. ഈ പാലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് കണ്ടില്ലേ. അതുപോലെ മറ്റ് വാഷ്റൂം സൗകര്യങ്ങൾ, അതുപോലെ സ്റ്റേ ഹോംസ് ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ സ്റ്റേ എടുക്കണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ല വിശപ്പായി. സമയം ഒരു 2:45 ഞങ്ങളുടെ കയ്യിലുള്ള പൊതിച്ചോറും സ്നാക്സും ഒക്കെ വണ്ടിയിലുണ്ട്. പക്ഷേ അതൊന്നിരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടുമല്ല, അവിടെ നിന്നും വേസ്റ്റൊന്നും കളയാൻ പറ്റത്തില്ല. അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഞങ്ങൾ പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് മുന്നിൽ വന്ന് വണ്ടി നിർത്തി അവിടെ നിന്ന് കഴിക്കുകയായിരുന്നു. ആങ്ങമൂഴിയിലെ ചേച്ചിമാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പൊതികളൊക്കെ നിരത്തി വെച്ചു. കയ്യിൽ കരുതിയിരുന്ന കപ്പയും നല്ല മുളക് ചമ്മന്തിയും എല്ലാം നിരത്തി വെച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുള്ള വേസ്റ്റ് എല്ലാം ഒരു തരി കടലാസ് പോലും അവിടെ ഇടാതെ ഞങ്ങൾ കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോയി പോരുകയായിരുന്നു. ഇനിയും മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ വണ്ടിപ്പെരിയാറിലേക്കാണ്. ആ വഴിയാണ് ഇനി പോകേണ്ടത്. ഒത്തിരി നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇനിയും വനത്തിലൂടെ തന്നെയാണ് യാത്ര. ഇവിടെ മരത്തിൽ വളരെ ഗമയിൽ രാജകീയമായിട്ട് ഇരിക്കുന്ന ആരാധനുണ്ടോ? കരിങ്കുരങ്ങാണ്. എന്ത് രസം ഉണ്ടായിരുന്നെന്നോ. വാലിൻ്റെ നീളം തന്നെ ഒത്തിരി പ്രത്യേകതയാണ്. ഒരാൾ മുകളിലിരിക്കുന്നു, താഴെ ഒരാൾ കായ്കളും ഫലങ്ങളും ഒക്കെ കഴിച്ച് ഇരിക്കുകയാണ്. ശബ്ദം കേട്ടതേ ചാടി. ഇവിടെയെല്ലാം ഒത്തിരി കുരങ്ങന്മാർ, ഈ തരത്തിലുള്ള കരിങ്കുരങ്ങന്മാരുണ്ട്. ഗവി വരെയുള്ള കാട്ടിൽ കണ്ടതിനേക്കാൾ കൂടുതൽ കുരങ്ങന്മാരെയും മറ്റു പക്ഷികളെയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഗവിയിൽ സ്റ്റേ എടുക്കാൻ പറ്റാതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു. പെട്ടെന്നുള്ള പ്ലാനിങ്ങിൽ പോയതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. എങ്കിലും ഒത്തിരി മനോഹരമായ ഒരു യാത്ര തന്നെയാണ് ഗവിയിലെ കാട്ടിലൂടെയുള്ള യാത്ര. ഭയങ്കര ദേഷ്യമാണെന്ന് തോന്നുന്നു. ഗ്ലാസ് ഒന്നിടയ്ക്ക് താഴ്ത്തിയത് മനുഷ്യർ ദേഷ്യപ്പെടുന്ന പോലെ എൻ്റെ നേരെ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ചാടി വന്ന് നമ്മളെ ഉപദ്രവിക്കുമെന്ന് തന്നെ തോന്നി ഈ കുരങ്ങന്മാർ. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത യാത്രയായിരുന്നാലും ഗവി യാത്ര നന്നായിട്ട് ആസ്വദിച്ചു. വളരെ മനോഹരമായ യാത്ര തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗവി യാത്ര പ്ലാൻ ചെയ്യുന്നവർ രാവിലെ ഒരു 8:30 ആകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ ആങ്ങമൂഴി റൂട്ടിലാണ് വരുന്നതെങ്കിൽ ആങ്ങമൂഴിയിലെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ മൃഗങ്ങളെയൊക്കെ കാണണമെന്നുള്ളവർ അല്പം നേരത്തെ തന്നെ കാട്ടിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് വഴിയിലൊക്കെ അവയെ കണ്ട് പോകാൻ പറ്റൂ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആങ്ങമൂഴിയിലെ ചേച്ചിമാരുടെ ഭക്ഷണപ്പൊതിയെക്കുറിച്ചൊന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ കറികളും വളരെ രുചിയോടെ തന്നെയാണ് ഇവർ പാചകം ചെയ്തിരുന്നത്.
പ്രത്യേകമായിട്ട് ഓരോ കറികളും പൊതിഞ്ഞ് ചോറ് പൊതിയോടൊപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അതേ രുചിയിലെ മെഴുക്ക് പുരട്ടി എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. 100 രൂപയോ മറ്റോ ആയെന്ന് തോന്നുന്നു ഒരു പൊതിക്കാൻ തോന്നുന്നു. അത് മത്സ്യം ഫിഷ് ഫ്രൈ ഒക്കെ ഉള്ളവർക്ക് ഒരു പൊതി 2 പേർക്ക് നന്നായിട്ട് കഴിക്കാവുന്ന രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരിമാരോട് ഒരു നല്ല വാക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്പർ മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങളൊക്കെ അവിടെ പോകാനായാൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ അവരോടൊക്കെ തന്നെ ഉച്ചഭക്ഷണം വാങ്ങിക്കണം. പൊതികെട്ടി പോകേണ്ട കാര്യമില്ല. നല്ല സൂപ്പർ പൊതിച്ചോറായിരുന്നു. കാട്ടിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ചെടികളും പൂവും ഒക്കെ അവിടെ കാണും. പക്ഷേ ആ കാട്ടിൽ കാണുന്ന ഒരു ചെടിയോ പൂവോ എത്ര ഇഷ്ടപ്പെട്ടാലും പറിച്ചെടുക്കരുത്, ശിക്ഷാർഹമാണ്. കാണുന്ന സന്തോഷത്തിന് പറിച്ചെടുത്താൽ അത് ചെക്ക് പോസ്റ്റിൽ അവർ പിടിക്കും. ആനയും കടുവയും ഒന്നും കാണാഞ്ഞതുകൊണ്ട് ഗവിയിലെ കാഴ്ചകൾ മോശമാണെന്ന് ആരും കരുതരുത്. ഈ കാനന യാത്ര വളരെ വിസ്മയകരമായൊരു കാഴ്ച തന്നെയാണ്. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.